നമസ്കാരം. ചൈതന്യത്തിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. രാശിസ്ഥിതി ഫലം നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം മേടൻ രാശി. അശ്വതി, ഭരണി, കാർത്തികകാല് മേടൻ രാശി. ഈശ്വരാധീനം അനുകൂലമാണ്. മേടൻ രാശിയെ സംബന്ധിച്ചുള്ള നോക്കുമ്പോൾ 3 കാര്യങ്ങൾ പറയേണ്ടിയിരിക്കുന്നു. അതിലൊന്ന് വിദ്യാർത്ഥികളെ സംബന്ധിച്ചോളം. അതിൽ +2 വരെയുള്ള വിദ്യാർത്ഥികളെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ നല്ലപോലെ പഠിക്കുന്നുണ്ട്, നല്ല രീതിയിൽ അധ്വാനിക്കുന്നുണ്ട്. പക്ഷേ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഒരു മന്ദത അല്ലെങ്കിൽ മറവി അല്ലെങ്കിൽ കൺഫ്യൂഷൻ അല്ലെങ്കിൽ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ പലർക്കും പല രീതിയിലായിരിക്കാം. മാത്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പേപ്പർ ആയിരിക്കാം, അല്ലെങ്കിൽ ബയോളജി ആയിരിക്കാം, അല്ലെങ്കിൽ കെമിസ്ട്രി ആയിരിക്കാം, അല്ലെങ്കിൽ ഹിസ്റ്ററി ആയിരിക്കാം, അല്ലെങ്കിൽ സബ്ജക്റ്റിൻ്റെ ഏതെങ്കിലും ഒരു വിഷയം അങ്ങനെ തോന്നുന്നുള്ള ഒരു സമയത്തോളം നോക്കും. സാരസ്വത അരിഷ്ടം അത് ശിവക്ഷേത്രത്തിൽ കൊടുത്ത് പൂജിച്ച് ഒരു 11 ദിവസം അല്ലെങ്കിൽ 17 ദിവസം നമ്മൾ കഴിക്കുന്നത് ഉചിതമാണ്. സാരസ്വത അരിഷ്ടം അല്ലെങ്കിൽ സാരസ്വത ഘൃതം നമ്മുടെ ഓർമ്മ അല്ലെങ്കിൽ നമ്മുടെ കോൺഫിഡൻസ് തിരിച്ച് കൊണ്ടുവന്ന് അത് മുന്നോട്ട് പോകാനും നെക്സ്റ്റ് എക്സാമിൽ അതിൻ്റെ റിസൾട്ടിൽ നമുക്ക് പ്രതിഫലനം പോസിറ്റീവായിട്ട് വരും. വിദ്യാരാജരാജേശ്വരി യന്ത്രം ധരിക്കുന്നതും ഉചിതമായിട്ടുള്ള സമയമാണ്. അതോടൊപ്പം ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് എൻട്രൻസ് അല്ലെങ്കിൽ നീറ്റ് മറ്റു കാര്യങ്ങളിലേക്ക് ശ്രമിക്കുന്നവരെ സമയത്തോളം വിദ്യാ കവചിത മന്ത്രം സരസ്വതി കവചിതം പൂജിച്ച് ധരിക്കുന്നതും ഉചിതമായിട്ടുള്ള സമയമാണ്. വിവാഹ സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ, ഒത്തിരി പ്രപ്പോസലുകൾ വരുന്നുണ്ട്. പൊരുത്തമുള്ളത് വരെ അവസാനം തടസ്സപ്പെട്ട് പോകുന്നു. ഏജ് ഓവറായി വരുന്നു. നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന പലരുടെയും കല്യാണങ്ങൾ കഴിഞ്ഞ് ഒന്നും അങ്ങോട്ട് ഉറയ്ക്കുന്നില്ല, നടക്കുന്നില്ല, നീണ്ടു പോകുന്നു. വീട്ടുകാർക്ക് ഉണ്ടാകുന്ന ടെൻഷൻ അത് വേറെ. പലരും ചോദിക്കുന്നു, എന്താ കല്യാണം നടക്കാത്തേ? നമ്മുടെ അധ്വാനം, നമ്മുടെ കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ പോകുന്നുണ്ട്. മറ്റ് പേരുദോഷമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ കല്യാണ കാര്യങ്ങൾ ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല. ഇവിടെ ശ്രീ രുക്മിണി സ്വയംവര കവചിത ചക്രം ഗൃഹത്തിൽ വെച്ച് 11 ദിവസം നാരങ്ങ വിളക്ക് കത്തിക്കുന്നത് ഉചിത. ചെറുനാരങ്ങ മുറിച്ച് നീര് കളഞ്ഞ് 2 തോടിലും തിരിയിട്ട് നല്ലെണ്ണ ഒഴിച്ച് നാരങ്ങ കത്തിക്കുക, നാരങ്ങാ ദീപം കത്തിക്കുക. 2 പ്രപ്പോസൽ വരും. അതിലൊന്ന് ഉറയ്ക്കാനും നടക്കാനും നമ്മുടെ ജീവിത പങ്കാളി അനുകൂലമായി സെലക്റ്റായി ഉറച്ച് വിവാഹം നടക്കാനുള്ള യോഗം കാണുന്നുണ്ട്. കാർത്തിക മുക്കാൽ, രോഹിണി, മകയിരത്തര ഇടവരാശി. ഈശ്വരാധീനം ഗുണകരമായിട്ട് തന്നെ കാണുന്നുണ്ട്. ഇവിടെയും 3 കാര്യങ്ങൾ അനുകൂലമായിട്ട് പറയാനുണ്ട്. അതിലൊന്ന് കുടുംബ വസ്തു അല്ലെങ്കിൽ അതിൻ്റെ ഷെയറുമായിട്ട് ബന്ധപ്പെട്ടുള്ള തർക്കങ്ങൾ മാറി ഗുണകരമായിട്ടുള്ള സെറ്റിൽമെൻറ്റിലേക്ക് വരാനുള്ള ഈശ്വരാധീനം കാണുന്നുണ്ട്. 1-2 ഭാഗത്തുനിന്ന് വന്നിരിക്കുന്ന തർക്കങ്ങൾ, വാശി അത് മാറി സെറ്റിൽമെൻറ്റിലേക്ക് വരാനുള്ള യോഗം കാണുന്നുണ്ട്. വസ്തു സംബന്ധമായിട്ടുള്ള ഇടപാടുകൾ തടസ്സപ്പെട്ട് നിൽക്കുന്നത് ഒരുവിധം തെറ്റില്ലാത്ത വിലയ്ക്ക് വിറ്റുപോകാനുള്ള സാധ്യതയുണ്ട്. ബിൽഡിംഗ് വർക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള തടസ്സങ്ങൾ മാറി ആ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് വിറ്റുപോകാനുള്ള സാധ്യത അനുകൂലമായി കാണുന്നുണ്ട്.
വാഹന സംബന്ധമായിട്ടുള്ള ഇടപാടുകൾ, തർക്കങ്ങൾ മാറി അനുകൂലമായി നടക്കാനുള്ള യോഗം കാണുന്നുണ്ട്. വീട് കൈമാറ്റം നടക്കാനും മാറി മുന്നോട്ട് പോകാനും ദൈവാധീനം കാണുന്നുണ്ട്. ഗൃഹസംബന്ധമായിട്ടുള്ള ഇടപാടുകളിൽ എന്തെങ്കിലും തർക്കങ്ങൾ ഉണ്ടെങ്കിൽ ആ തർക്കം പരിഹരിച്ച് മുന്നോട്ട് പോകാനുള്ള സാധ്യത കാണുന്നുണ്ട്. വീട് മാറാനുള്ള താല്പര്യമുള്ളവരെ സംബന്ധിച്ചോളം ഈശ്വരാധീനം ഗുണകരമായിട്ട് കാണുന്നുണ്ട്. തൊഴിൽ മേഖലയിലുള്ള തർക്കങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകാനുള്ള ഈശ്വരാധീനം കാണുന്നുണ്ട്. പാർട്ട്ണർഷിപ്പ് മേഖലയിൽ പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ചോളം, ബിസിനസ് ചെയ്യുന്നവരെ സംബന്ധിച്ചോളം ചില പ്രശ്നങ്ങൾ ഒന്നിച്ചിരുന്ന് ചർച്ച ചെയ്ത് അത് തീർത്ത് മുന്നോട്ട് പോകാനുള്ള സാധ്യത ഈശ്വരാധീനത്താൽ കാണുന്നുണ്ട്. രണ്ടാമതൊരു സന്താന ഭാഗ്യത്തിന് താല്പര്യപ്പെടുന്നവരെ സംബന്ധിച്ചോളം, ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചോളം ഈശ്വരാധീനത്താൽ വരുന്ന 3 മാസത്തിനകത്ത് അതിൻ്റെ പോസിറ്റീവ് റിസൾട്ട് ഗുണകരമായിട്ട് അനുകൂലമായിട്ട് കാണാനുള്ള യോഗം കാണുന്നുണ്ട്. ഇടവൻ രാശിക്കാരെ സംബന്ധിച്ചോളം കുടുംബ പരദേവതയുടെ അനുഗ്രഹം പൂർണ്ണമായിട്ടും തുണയായിട്ട് അനുകൂലമായിട്ട് കാണുന്നുണ്ട്. അഷ്ടലക്ഷ്മി ചക്രം ഗൃഹത്തിലോ സ്ഥാപനത്തിലോ വച്ച് നെയ്വിളക്ക് കത്തിക്കുന്നത് ഈശ്വരാധീനം വളരെ അനുകൂലമായിട്ട് വരാൻ സഹായിക്കും. മകയിരത്തര, തിരുവാതിര, പുണർദത്തിൽ മുക്കാൽ, മിഥുനരാശി. ഇവിടെ 4 കാര്യങ്ങൾ എടുത്തു പറയേണ്ടതുണ്ട്. അതിലൊന്ന്, പൂർവജന്മത്തിലെ ചില ബന്ധന ശാപദോഷങ്ങളുടെ പ്രായശ്ചിത്ത പരിഹാരം ചെയ്യണം. അത് പിതൃക്കളുടേതായിട്ടുള്ള ചില ദോഷങ്ങൾ ഗൃഹത്തിൽ ലക്ഷ്മീനാരായണ പൂജ ചെയ്ത് ത്രിഭൂഷണങ്ങളിലേക്ക് ആവാഹിച്ച് ആ പിതൃദോഷങ്ങളും ആഗ്രഹ നിവൃത്തി വന്ന ശാപദോഷങ്ങളും പരിഹരിച്ച്, ആഗ്രഹ നിവൃത്തി വരാതെയുള്ള ശാപദോഷങ്ങളും പരിഹരിച്ച് സമർപ്പണം ചെയ്യണം. അതിൽ മോക്ഷം, സായുജ്യം, മുക്തി എന്നിവയ്ക്ക് വേണ്ടിയിട്ട് ചന്ദ്രക്കല, നാമം, താലി ഇതിലേക്ക് ശിവ വൈഷ്ണവ ശാക്തേയ സങ്കല്പത്തിൽ ശുദ്ധി നിവൃത്തി പ്രായശ്ചിത്തമായിട്ട് ചെയ്ത് വിഷ്ണു ശിവ ശാക്തേയ സങ്കല്പത്തിലേക്ക് ആവാഹിച്ച് സപ്തശുദ്ധിയും ത്രിശുദ്ധിയും ചെയ്ത് സമർപ്പിക്കണം. അതിന് വിഷ്ണുവിനെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ വൈകുണ്ഠ പ്രായശ്ചിത്തവും, ശിവനെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ കൈലാസ പ്രായശ്ചിത്തവും, ശാക്തേയമായിട്ട് നമ്മൾ സങ്കല്പിച്ച് നോക്കുമ്പോൾ ദേവീ പ്രായശ്ചിത്തവും, ബ്രഹ്മാവിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ബ്രഹ്മ ഉപചാര പ്രായശ്ചിത്തവും ചെയ്യും. അപ്പം അതിന് തിലഹോമവും ലക്ഷ്മീനാരായണ പൂജയും ചെയ്ത് ആ പൂർവജന്മ സുഹൃത പ്രായശ്ചിത്തം ചെയ്ത് പിതൃക്കളുടെ ശാപമോചന വിമുക്തി ക്രിയ കംപ്ലീറ്റ് ചെയ്യാം. നാഗദോഷങ്ങൾ മാറുന്നതിന് വേണ്ടിയിട്ട് നാഗരാജാവിനും യക്ഷിക്കും നാഗകന്യാവിനും വേണ്ടിയിട്ടുള്ള ഇതും ചെയ്യാം. സർപ്പത്തിനെ തല്ലിക്കൊണ്ട ദോഷങ്ങളെല്ലാം അതോടുകൂടി മാറി നമുക്ക് അനുകൂലമാവും. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വാസ്തു സംബന്ധമായിട്ടുള്ള ദോഷങ്ങൾക്ക് വാസ്തു ഉപചാരവും വാസ്തു ബലിയും ചെയ്ത് അതിൻ്റെ പരിഹാരം ചെയ്ത് പഞ്ചശിരസ് ഗൃഹത്തിൻ്റെ കട്ടളപ്പടിയിൽ സ്ഥാപിക്കുക. ആവകദോഷങ്ങളും പരിഹാരവും പൂർണ്ണമാവും. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്തെന്ന് വെച്ചാൽ, കാലഹോര നോക്കി യാത്രാ സംബന്ധ കാര്യങ്ങൾ ചിട്ടപ്പെടുത്തുക. അത് നക്ഷത്ര യോഗ സമർപ്പണമായിട്ട് ഗുരുവിൻ്റെയും ശുക്രൻ്റെയും കാലഹോര സമയത്ത് യാത്രാ സംബന്ധ കാര്യങ്ങൾ നിശ്ചയിച്ച് പുറപ്പെടുന്നത് ഉചിതമായിരിക്കും. പുണർത്തിക്കാൽ പോയ ആയില്യം കർക്കടക രാശി. കർക്കടക രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈശ്വരാധീനം ഗുണകരമായിട്ട് തന്നെയാണ് കാണുന്നത്.
ഇവിടെ കലാപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് താല്പര്യപ്പെട്ട് പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് അനുകൂലമായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി വരാനും മുന്നോട്ട് പോകാനും ഈശ്വരാധീനം കാണുന്നുണ്ട്. പുതുതായിട്ടുള്ള പ്രോജക്റ്റ് വർക്കുകൾ മറ്റു കാര്യങ്ങൾ ചെയ്യുന്നവർക്കും ഇൻഫർമേഷൻ ടെക്നോളജി മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്കും പുതുതായിട്ടുള്ള മേഖലയിൽ വിദേശത്ത് പോകാൻ താല്പര്യപ്പെടുന്നവർക്കും 1-2 സാധ്യതകൾ ഗുണകരമായിട്ട് തന്നെ കാണുന്നുണ്ട്. പാർട്ട് ടൈം ജോബ്, വർക്ക്, ബിസിനസ് ചെയ്യാൻ താല്പര്യപ്പെടുന്നവർക്ക് വളരെ ഗുണകരമായിട്ടുള്ള സാഹചര്യങ്ങളും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും കാണുന്നുണ്ട്. പ്രൊഫഷണൽ മേഖലയിൽ നിൽക്കുന്നവർക്ക് വളരെ ഗുണകരമായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി വരാനും മുന്നോട്ട് പോകാനും സക്സസ് ആവാനും കാണുന്നുണ്ട്. അത് ഡോക്ടേഴ്സ് ആയിരുന്നാലും എഞ്ചിനീയേഴ്സ് ആയിരുന്നാലും CA വർക്കായിരുന്നാലും അങ്ങനെയുള്ള ഒത്തിരി സാധ്യതകൾ പുതിയ വർക്കിലേക്ക് മുന്നോട്ട് പോകാനുള്ള ഈശ്വരാധീനം കാണുന്നുണ്ട്. ബിൽഡിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ മേഖലയിൽ നിൽക്കുന്നവർക്ക് 1-2 പ്രോജക്റ്റ് വരാനും അതിൽ സക്സസ് ആവാനും ഈശ്വരാധീനം കാണുന്നുണ്ട്. കർക്കിടക രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഗൃഹത്തിൻ്റെ മെയിൻ്റനൻസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്താൽ സമയോചിതമായിട്ടത് പൂർത്തീകരിച്ച് അതിൽ വിജയിക്കാൻ പറ്റും. പുതുതായിട്ടുള്ള വാഹനം എടുക്കാൻ താല്പര്യപ്പെടുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ്. രണ്ടാമതൊരു സന്താന ഭാഗ്യത്തിന് താല്പര്യപ്പെടുന്നവർക്ക് ഗുണകരമായിട്ടുള്ള സമയമാണ്. ഈശ്വരാധീനം പൊതുവെ കർക്കിടകൻ രാശിക്കാർക്ക് അനുകൂല സമയമാണ്. മകം, പൂരം, ഉത്രത്തിക്കാല്, ചിങ്ങരാശി ദൈവാധീനം ഗുണകരമായിട്ട് തന്നെ കാണുന്നുണ്ട്. ഇവിടെ കുടുംബ പരദേവതയുടെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് പ്രത്യേക പരിഹാരവും സമർപ്പണവും നമ്മൾ ചെയ്യേണ്ടതാണ്. 2 കാര്യങ്ങൾ ഇവിടെ വളരെ പ്രധാനമായിട്ട് പറയണം. അതിൽ വിദേശത്ത് പോകാൻ താല്പര്യപ്പെടുന്നവർക്ക് ഫ്രണ്ട് വഴി അല്ലെങ്കിൽ ബന്ധു വഴി അല്ലെങ്കിൽ വിസിറ്റിംഗ് വിസ വഴി അല്ലെങ്കിൽ ഏജൻസി വഴി പോകാനുള്ള ദൈവാധീനം കാണുന്നുണ്ട്. അത് മിഡിൽ ഈസ്റ്റിലായിരുന്നാലും പടിഞ്ഞാറൻ മേഖല, യൂറോപ്യൻ മേഖലയിലായിരുന്നാലും പോയി കഴിഞ്ഞാൽ മെച്ചവും ഉയർച്ചയും വരുന്ന 3 വർഷം നമുക്ക് അനുകൂല സ്ഥിതി തന്നെയാണ്. ഇപ്പോൾ വിദേശത്ത് നിൽക്കുന്നവർക്ക് ചില ചലഞ്ചസും ബുദ്ധിമുട്ടും കളഞ്ഞിട്ട് പോകണോ വേണ്ടയോ എന്നുള്ള സാഹചര്യം വരെ നേരിടേണ്ട സാഹചര്യമാണ് ഉള്ളത്. അതിനെ പരിഹരിച്ച് തൽക്കാലം ഉണ്ടാകുന്ന ത്രെഡ്, ഭീഷണികൾ, അതിനെ പരിഹരിച്ച് മുന്നോട്ട് പോകുന്നതിന് നാട്ടിൽ 5 ദിവസം ശിവഭഗവാന് ജലധാരയും പുഷ്പാഞ്ജലിയും നടത്തേണ്ടതുണ്ട്. അത് 5ാമത്തെ തിങ്കളാഴ്ച ശിവഭഗവാന് പാൽപ്പായസ നിവേദ്യം കൂടി ചെയ്യുന്നത് വളരെ ഗുണകരമായിട്ടുള്ള സാഹചര്യം അനുകൂലമാക്കി എടുക്കാൻ പറ്റും. കന്നി രാശിക്കാരെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സാമ്പത്തികമായിട്ടുള്ള ഒരു അക്കൗണ്ടബിലിറ്റി നമ്മൾ കരുതലായിട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. വരുമാനത്തിൻ്റെ ഇരട്ടി ചെലവ് വരും. പലരുടെയും ധാരണ ബാങ്കിലും പെട്ടിയിലും ഉണ്ടെന്നുള്ളതാണ്. നമ്മുടെ അവസ്ഥ നമുക്കേ അറിയാവൂ. അതായത് അധിക ചെലവുകൾ കൂടി വരും എന്നുള്ളതാണ്. അതിനെ നിയന്ത്രിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയേ പറ്റൂ. പ്രതീക്ഷിക്കുന്നിടത്തുനിന്നുള്ള സഹായം കിട്ടില്ല. പ്രത്യേകിച്ച് ജാമ്യം നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന് സമാധാനം പറയേണ്ടി വരും. പ്രത്യേകിച്ച് നമ്മൾ വാദി പ്രതിയാകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തും. അത് പോലീസ് സ്റ്റേഷൻ, കോടതി, ഈ തരത്തിൽ നമ്മൾ സമാധാനം പറയേണ്ടി വരും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതായത് ബാങ്ക് നോട്ടീസ്, വസ്തു ജപ്തി നടപടി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നമ്മളെയും ബാധിക്കുന്ന സ്ഥിതിയിലേക്ക് വരും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കുടുംബകലഹം അല്ലെങ്കിൽ ഡിവോഴ്സ് തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങൾ രമ്യമായിട്ട് പരിഹരിക്കാൻ 3ാമതൊരാളുടെ സഹായം അല്ലെങ്കിൽ കൗൺസിലിങ്ങിലേക്ക് പോവേണ്ട സാഹചര്യം ഒഴിവാക്കി മുന്നോട്ട് പോകുന്നത് ഒരു നല്ല ലക്ഷണമല്ല. പിടിവാശി അല്ലെങ്കിൽ ഈഗോ നമ്മൾ മാറ്റിവെച്ച് നമ്മൾ തന്നെ മുന്നോട്ട് ഇറങ്ങണം. പ്രത്യേകിച്ച് കുട്ടികളുള്ളവരെ സംബന്ധിച്ചോളം അത് വളരെ അത്യന്താപേക്ഷിതമാണ്. നമുക്ക് നമ്മുടെ കുടുംബം, നമ്മുടെ കുട്ടികൾ എന്നുള്ളതിന് മുൻഗണന കൊടുക്കേണ്ടത് അനിവാര്യമായിട്ടുള്ള കാര്യമാണെന്നുള്ളതാണ് സത്യം. ചതുർദ്രവ്യം ഗൃഹത്തിൽ വെച്ച് 5 ദിവസം കർപ്പൂര ദീപവും ശാമ്പ്രാണിയും പുകച്ച് അക്ഷതമൊഴിഞ്ഞൊഴുക്കി ഭഗവതിയുടെ കുങ്കുമം
വിളക്ക് കത്തിക്കുന്നിടത്ത് വെച്ച് ഡെയിലി നമ്മളത് തുടരണം. ഈശ്വരാധീനം ഗുണകരമായിട്ട് വരും. ചിത്തിരത്തിര, ചോതി, വിശാഖമുക്കാൽ, തുലാം രാശി ഈശ്വരാധീനം ഗുണകരമായിട്ട് തന്നെയാണ് കാണുന്നത്. ഇവിടെ 3 കാര്യങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന്, യാത്രാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ. ആദിത്യൻ്റെ കാലഹോര, ബുധൻ്റെ കാലഹോര, ശുക്രൻ്റെ കാലഹോര ഇതിൽ പുറപ്പെട്ടു കഴിഞ്ഞാൽ ഉദ്ദേശ ലക്ഷ്യങ്ങൾക്ക് നമുക്ക് അനുകൂല സ്ഥിതി ഉണ്ടാകും. രണ്ടാമത്, ഇൻഫർമേഷൻ ടെക്നോളജി മേഖലയിൽ നല്ല മാറ്റങ്ങൾ അനുകൂലമായിട്ട് പ്രതീക്ഷിക്കാം. ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്തുനിന്ന് 1-2 നല്ല ഓപ്പർച്യൂണിറ്റിയിലേക്ക് മാറാനും വിജയിക്കാനും വിദേശത്തേക്ക് പോകുന്ന കാര്യങ്ങൾ അനുകൂലമായിട്ട് വരാനും സാധ്യതയുണ്ട്. അതോടൊപ്പം 2-3 കാര്യങ്ങൾ. ഒന്ന്, എൻജിനീയറിംഗ് മേഖലയിലും അതോടൊപ്പം തന്നെ പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന മേഖലയിൽ സാധ്യതകൾ വളരെ കൂടുതലാണ്. മെഡിക്കൽ ഫീൽഡിൽ കുറച്ച് സാധ്യതകൾ അനുകൂലമായിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ സബ്മിറ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ താല്പര്യപ്പെടുന്നവർക്ക്, അതായത് ഡോക്ടറേറ്റ്, അതിൽ ഫെലോഷിപ്പ് മേഖലയിലേക്ക് താല്പര്യപ്പെട്ട് അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ ശ്രമിക്കുന്നവർക്ക് നല്ല രീതിയിൽ ഗൈഡിനെ കിട്ടി മുന്നോട്ട് പോകാൻ താല്പര്യപ്പെടുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ഈശ്വര കടാക്ഷത്താൽ ഗുണകരമായിട്ട് വരാൻ ഈശ്വരാധീനം കാണുന്നുണ്ട്. പക്ഷെ ഒരു ആർജവത്വം, ഉറച്ച തീരുമാനം ഉണ്ടാകണം എന്നുള്ളതാണ് സത്യം. ഗൃഹത്തിൽ ശരിയായിട്ടുള്ള രീതിയിൽ പ്രാർത്ഥനാമുറി അല്ലെങ്കിൽ പൂജാമുറി ഉണ്ടാകണമെന്നുള്ള, അതിന് വാസ്തു സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ കറക്റ്റ് ചെയ്യണമെന്നുള്ളത് ഒരു സത്യമാണ്. അപ്പോൾ നമ്മുടെ സൗകര്യം നോക്കിയിട്ട് അതിനുള്ളൊരു വ്യവസ്ഥ ഉണ്ടാക്കിയാൽ നല്ലത്. അപ്പം തുലാം രാശിക്കാരെ സംബന്ധിച്ചോളം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ചോതി നക്ഷത്രക്കാരെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ, വിവാഹ പ്രപ്പോസലുകൾ നോക്കുമ്പോൾ തിരുവാതിര, ഉത്രട്ടാതി, മകീരം ഈ നക്ഷത്രക്കാരുമായിട്ടുള്ള പ്രപ്പോസലുകൾ വരുന്നെങ്കിൽ അത് ഘടനാപാപത്വ ചേർച്ച, ഇത് വളരെ നല്ല യോജിപ്പിലുണ്ടാകണം. ഇല്ലെങ്കിൽ അത് സന്താന ഭാഗ്യം വളരെയധികം ഡിലേ ആവാനുള്ള സാധ്യത കാണുന്നുണ്ട്. പ്രത്യേകിച്ച് സ്വന്തക്കാർ വഴി വരുന്ന പ്രപ്പോസലുകളിൽ ഈ ഒരു ശ്രദ്ധ വേണമെന്നുള്ള പൊരുത്തത്തിൽ. സന്താനഭാഗ്യം ഡിലേ ആയി 2-3 വർഷമായിട്ടും സന്താനഭാഗ്യം ഉണ്ടാകുന്നില്ല എന്നുള്ള സങ്കടം അനുഭവിക്കുന്നവരെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ സപ്തശുദ്ധി ഹോമം ഗൃഹത്തിൽ ചെയ്ത് അതിൻ്റെ സംവാദം സേവിച്ചു കഴിഞ്ഞാൽ നല്ലൊരു സന്താനഭാഗ്യം അനുകൂലമായിട്ട് ലഭിക്കും. കുടുംബാന്തരീക്ഷത്തിൽ അതിൻ്റെ ഭാഗ്യം, സന്തോഷം അനുഭവകൃതമാവും. സന്താനഭാഗ്യ ഹോമം നടത്തി അത് അനുകൂലമാക്കുക. 3 മാസത്തിനകത്ത് അതിൻ്റെ ഗുണം ഉണ്ടാകുമെന്നുള്ള യാതൊരു സംശയമില്ല. വ്രതശുദ്ധിയോടുകൂടി ചെയ്യണം എന്ന് മാത്രം. വിശാഖത്തേക്കാൾ അനിഴം തൃക്കേട്ട, വൃശ്ചിക രാശി. വൃശ്ചിക രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം 3 കാര്യങ്ങൾ വളരെ യുക്തിസഹജമായിട്ട് കാണുന്നു. യുക്തിസഹജം എന്ന് പറയുന്നത് സ്വന്തം കാര്യം മാറ്റിവെച്ച് മറ്റുള്ളവരെ സഹായിക്കാൻ പോയാൽ അത് നടക്കും. ഇവിടെ സ്വന്തം കാര്യത്തില തടസ്സം. മറ്റുള്ളവർക്ക് വേണ്ടി പെണ്ണ് കാണാൻ പോയി മറ്റേ കാര്യങ്ങളൊക്കെ ചെയ്താൽ അവരുടെ കല്യാണമൊക്കെ നടക്കും. സ്വന്തം കാര്യം ഡിലേ ആയി പോകുന്നുള്ളൂ. മറ്റുള്ളവർക്ക് വേണ്ടി വിളിച്ചു പറഞ്ഞാലോ കൂടെ പോയാലോ ഒക്കെ അവരുടെ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നടക്കും. അപ്പോൾ സ്വന്തം കാര്യം തടസ്സം. നമ്മളെ സംബന്ധിച്ചുള്ള ഏജ് ഓവറായി വരുന്നു, കാര്യങ്ങളൊന്നും നടക്കുന്നില്ല, ലോസ്. നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന പലരും പല മേഖലയിൽ പോകുന്നു, പഠിത്തത്തിൽ സക്സസ്സാവും. നമ്മുടെ കാര്യത്തെ സംബന്ധിച്ചോളം ഒന്നും എത്തുന്നില്ല. ഇതിൻ്റെ ഒരു നിരാശ, കുണ്ഠിതം അല്ലെങ്കിൽ ഒരു വൈക്ലഭ്യം എന്ന് പറയാം. അപ്പം ഇതിനെ ചൊല്ലി ഉണ്ടാകുന്ന
ഒരു സ്വയം വിമർശനം എന്ന് പറയാൻ ഒക്കില്ല, സ്വയം ഉണ്ടാകുന്ന ഒരു വാശി അത് നഷ്ടപ്പെടും. അത് ദൈവത്തോടുള്ള കോപമെന്നോ വിമ്മിഷ്ടമെന്നോ ഒക്കെ പറയാം. അമ്പലത്തിലോ പള്ളിയിലോ പോകുമ്പോഴും ദേഷ്യമായിരിക്കും. അത് വീട്ടുകാരുടെ കാണിക്കും. അത് മാറണം. വൃശ്ചിക രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വേറൊരു പ്രധാനപ്പെട്ട പ്രശ്നം സാമ്പത്തികമായിട്ടുള്ള അക്കൗണ്ടബിലിറ്റി കുറഞ്ഞു വരും. അതിന് മറ്റുള്ളവരെ പഴിച്ചിട്ട് കാര്യമില്ല. മറ്റുള്ളവരെ വിശ്വസിക്കുക, സഹായിക്കുക എന്നുള്ളതിൽ പറ്റുന്ന പ്രശ്നം. അതിന് വീട്ടുകാരെയോ നാട്ടുകാരെയോ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ചുമ്മാ പോകുന്ന ഓരോ കാര്യങ്ങൾക്കും നമ്മൾ പോയി ജാമ്യം നീക്കുക, എല്ലാ കാര്യത്തിനും നമ്മൾ ഏറ്റെടുക്കുക എന്നുള്ളതിൽ വരുന്ന പ്രശ്നമാണ്. ഈ രാഷ്ട്രീയത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ജാമ്യം നിന്നിട്ട് ഞാൻ നോക്കിക്കോളാം എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് കാര്യം ഏറ്റെടുത്തിട്ട് കൊടുക്കാം, തലയിൽ കൈ വെച്ചിട്ട് കാര്യമില്ല. അത് വരുന്ന പ്രശ്നം. വേറൊരു രീതിയിൽ ഈ വൃശ്ചിക രാശിക്കാരെ ബാധിക്കുന്ന ചില പ്രശ്നങ്ങൾ, വഴിയെ പോകുന്ന വയ്യാവേലികൾ നമ്മൾ എടുത്ത് തലയിൽ വെക്കും. ഒടുക്കം എന്നെ കൊണ്ട് വയ്യെന്ന് പറഞ്ഞ് നിലപിടിച്ചിട്ട് കാര്യമില്ല. പിന്നെ അപകട സന്ധികൾ നിരന്തരം വരും. വണ്ടിയിൽ നിന്നായിരുന്നാലും, പടി ഇറങ്ങുമ്പോഴായിരുന്നാലും, ബാത്റൂമിലായാലും, തലചുറ്റിയായിരുന്നാലും വീഴ്ചകൾ അനുഭവിക്കുക തന്നെയാണ്. ഇതിനൊരു മാറ്റം വരണം. ആശുപത്രിയിൽ അഡ്മിറ്റായി ബെഡ് റെസ്റ്റ് എടുത്ത് ട്രീറ്റ്മെൻറ്റിൽ പോകേണ്ട സാഹചര്യം വരെ ദൈവാധീനം കൊണ്ട് തട്ടിമാറിപ്പോയി എന്നുള്ളത്. ഈ ദൈവാധീനം നമ്മളെ ബാധിക്കേണ്ട ദോഷം 2-3 തവണ. ഒന്ന് വളർത്തു മൃഗത്തിനെ ബാധിച്ച് തട്ടി ചത്തുപോയി എന്നുള്ളത്. പട്ടിയായിരുന്നാലും പൂച്ചയായിരുന്നാലും കോഴിയായിരുന്നാലും അങ്ങനെ തന്നെ. അഗ്നിഭാവദോഷങ്ങൾ, അത് വീട്ടിനകത്ത് കുക്കറിൻ്റെയോ ഗ്യാസിൻ്റെയോ ഇലക്ട്രിക് സ്വിച്ചിൻ്റെയോ വിളക്ക് കത്തിക്കുന്നിടത്തോ ആയിരുന്നാലും അഗ്നിഭാവ ബന്ധനങ്ങളായിട്ട് അങ്ങനെ മാറി കിട്ടിയെന്നുള്ളതാണ്. ചില്ലൊടയുക നിരന്തരമായിട്ട്. പടത്തിൻ്റെയോ അലമാരുടെയോ മുഖം നോക്കുന്ന ടീപ്പോയുടെയോ ജനലിൻ്റെയോ. പക്ഷെ ഇതിൻ്റെയൊക്കെ സിംറ്റങ്ങൾ നമ്മളെ ബാധിക്കേണ്ട ദോഷങ്ങളാണെന്നുള്ളത് സത്യമാണ്. ഈ വക ദോഷങ്ങൾ ഇനി ആവർത്തിക്കാൻ പാടില്ല. ഇതിനെ ചതുർഭാവുക പ്രായശ്ചിത്തം ചെയ്യണം. സർക്കാരത്തേക്ക് കടുക്, കുരുമുളക്, എള്ള്, കുമ്പളങ്ങ ഇത് ഒഴിഞ്ഞ് അത് ഒഴുക്ക് വെള്ളത്തിൽ, ആറ്റിലോ തോട്ടിലോ കടലിലോ ഒഴുക്ക് വെള്ളത്തിൽ കളയി മഹിഷാസുരമർദ്ദിനി മന്ത്രം ജപിച്ച് കലശത്തിലാക്കി കന്നിമൂലയിൽ സ്ഥാപിക്കുകയും ചെയ്യണം. നരസിംഹ കവച മന്ത്രം ഗൃഹത്തിൽ വച്ച് നെയ്വിളക്ക് കത്തിക്കുകയും വേണം. ഉഗ്ര നരസിംഹ കവച മന്ത്രം തൽക്കാലം പരിഹാരമാവും. മൂലം, പോരാട, ഉത്രടത്തിക്കാലം ധനുരാശി ഈശ്വരാധീനം ഗുണകരമായിട്ട് കാണുന്നുണ്ട്. ഇവിടെ 3 കാര്യങ്ങൾ വളരെ പ്രധാനമായിട്ട് കാണുന്നുണ്ട്. ഒന്ന്, ആത്മാനം സർവഭാവുക സ്ഥാനേ യോഗത്രയാദിഭാവുക പ്രകൃത്യാനം. യോഗത്രയാദിഭാവുക പ്രവൃത്യാനം യോഗത്രയാദിഭാവുക മന്ത്രാനം എന്നുള്ളത്. അതിൽ സ്നേഹിച്ച പെണ്ണ് തേച്ചിട്ട് പോവാന്ന് പറയും. ഇരുന്ന് കരഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അല്ലെങ്കിൽ സ്നേഹിച്ച പയ്യൻ തേച്ചിട്ട് പോവാന്ന് പറയും. ഇരുന്ന് മോങ്ങിയിട്ട് കാര്യവുമില്ല. അത് വിധി എന്ന് പറയാം. അതിനെ ചൊല്ലി പഠിത്തം മുടങ്ങുക, അല്ലെങ്കിൽ നമ്മുടെ ജോലി, അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ പോവുക. നിയോഗം എന്ന് പറയുന്ന രീതിയിൽ നമുക്ക് വിധിച്ചിട്ടുള്ളതേ നമുക്ക് വരും. അല്ലെങ്കിൽ തിരുത്തി കാര്യങ്ങൾ മനസ്സിലാകും. ഇതിന് കാരണം ചിലപ്പോൾ വേറെ പലരും ആയിരിക്കാം. നുണയും പാരവയ്പ്പുമായിരിക്കാം. തെറ്റിദ്ധാരണ എന്ന് പറയും. അത് മാറണം. ഇത് കല്യാണം നിശ്ചയിച്ച പയ്യനുമായിട്ടോ പെണ്ണുമായിട്ടോ സംസാരിച്ച് തെറ്റി കല്യാണം മുടങ്ങുന്ന സംഭവങ്ങൾ വരെ ഉണ്ടാവും. ഈ ധനരാശിക്കാരിലെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ പെട്ടെന്ന് ദേഷ്യം വരും, തണുക്കും എന്നുള്ളത് സത്യമാണ്.
തിരിച്ചു കൊണ്ടുവരാൻ കുറച്ച് സമയമെടുക്കുന്നുള്ളൂ. വേണോ വേണ്ടേ എന്നുള്ളത് നമ്മൾ നിശ്ചയിച്ചേ പറ്റൂ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, വിവാഹം കഴിഞ്ഞതിന് ശേഷം മറ്റു ചില കാര്യങ്ങളെ പറ്റിയിട്ടുള്ള ഗഹനമായിട്ടുള്ള അന്വേഷണം, സംശയത്തിൻ്റെയും ചിലപ്പം സന്താനമായവർക്ക് പോലും ഈ വക പ്രശ്നങ്ങളുണ്ടാകും. വീട് തന്നെ മാറണോ, പ്രൈവസി ഇല്ല, ഓരോ തരത്തിലുള്ള കുറ്റപ്പെടുത്തലും ഒറ്റപ്പെടുത്തലുമുള്ള പ്രശ്നങ്ങൾ. ഇവിടെ സൗന്ദര്യപ്പിണക്കം എന്ന് പറഞ്ഞാൽ ഫോൺ എടുത്താൽ ഫോൺ എടുക്കാത്തതിൻ്റെ കാര്യത്തിൽ എന്നുള്ള കാര്യത്തിലേ ഉള്ളൂ. പ്രത്യേകിച്ച് വിദേശത്ത് ജോലിക്ക് ഇരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പ്രശ്നങ്ങൾ കൂടുതലായിട്ട് വരുന്നത്. കാര്യമില്ലാത്ത കാര്യത്തിൽ എന്തിനാ നെറ്റ് ഈ സമയത്ത് ഓൺ ചെയ്തെന്നുള്ള കാര്യത്തിലുള്ള. അപ്പം അതൊക്കെ ഒരു തുറന്ന മനസ്സോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതായിരിക്കും ഉചിതം. ഐക്യമത്യ സൂക്താർച്ചന ശിവന്റെ അമ്പലത്തിൽ 11 ദിവസം ചെയ്ത് 11ാമത്തെ ദിവസം പാൽപ്പായസ നിവേദ്യം ചെയ്യും. കാര്യങ്ങൾക്കൊരു ശരിയായ ദിശാബോധം ഉണ്ടായി മുന്നോട്ട് പോകാൻ പറ്റും. എൻ്റെ ഭർത്താവ് എനിക്കെൻ്റെ കുടുംബം, എൻ്റെ ഭാര്യ എനിക്കെൻ്റെ കുഞ്ഞു കുടുംബം, ഈ തരത്തിലേക്ക് കാര്യങ്ങൾ വരും. ഈശ്വരാധീനം അനുകൂലമായിട്ട്. ഉത്രാടത്തിമുക്കാൽ തിരുവോണം അവിട്ടത്തരാം മകരരാശി. ഈശ്വരാധീനം ഗുണകരമായിട്ട് തന്നെയുണ്ട്. സാമ്പത്തിക അധിക ചെലവുകൾ കൂടിക്കൂടി വരുന്ന അവസ്ഥയാണ്. പ്രത്യേകിച്ച് വരുന്ന 3 മാസം വളരെ അക്കൗണ്ടബിലിറ്റി ഇല്ലെങ്കിൽ പെട്ടുപോകും. പുതുതായിട്ടുള്ള സംരംഭങ്ങൾ തുടങ്ങാൻ അനുകൂല സമയമാണ്. വീട് മെയിൻ്റനൻസിന് അനുകൂലമായിട്ടുള്ള സമയമാണ്. വാഹനം ചേഞ്ച് ചെയ്യാൻ അനുകൂലമായിട്ടുള്ള സമയമാണ്. പാർട്ട്ണർഷിപ്പ് മേഖലയിൽ പുതുതായിട്ടുള്ള ആൾക്കാരെ ചേർക്കാൻ അനുകൂലമായിട്ടുള്ള സമയമാണ്. മത്സര സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, പ്രത്യേകിച്ച് കായികപരമായിട്ടുള്ള മത്സര സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ മെച്ചവും ഉയർച്ചയും ഉണ്ടാകാൻ ദൈവാധീനം കാണുന്നുണ്ട്. ആരോഗ്യ സംബന്ധമായിട്ടുള്ള കാര്യത്തിൽ കുറച്ചുകൂടെ ശ്രദ്ധ, താല്പര്യം തോന്നേണ്ട സമയമാണ്. വ്യായാമം അല്ലെങ്കിൽ ശരീര ശ്രദ്ധ കുറച്ച് കൂടുതൽ വേണ്ടുന്ന സമയമാണ്. മകരൻ രാശിക്കാരെ സംബന്ധിച്ചോളം ബുധൻ, വ്യാഴം എന്നീ നല്ല ദിവസങ്ങൾ പുതുതായിട്ടുള്ള കാര്യങ്ങൾ തുടങ്ങാൻ ഉചിതമാണ്. മകരൻ രാശിക്കാരെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ വസ്തു ഷെയറുമായിട്ട് ബന്ധപ്പെട്ടുള്ള തർക്കങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിച്ച് മുന്നോട്ട് പോകാനും അതിൻ്റെ മീറ്റിംഗ് അല്ലെങ്കിൽ അതിൻ്റെ ചർച്ചകൾ പുരോഗമനപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കൊണ്ടുപോകാൻ ഈശ്വരാധീനം കാണുന്നുണ്ട്. കുടുംബ പിതൃസ്ഥാനങ്ങളിലേക്ക് പ്രായശ്ചിത്തം ചെയ്യാൻ ഇനിയും മടിച്ചു നിൽക്കാതെ ചെയ്ത് പരിഹരിക്കേണ്ട സമയമാണ്. ദൈവാധീനം വളരെ അനുകൂലമാണ്. അവിട്ടത്തര ചതയം പുരുരുട്ടാതി മുക്കാൽ കുംഭരാശി. ഈശ്വരാധീനം വളരെ ഗുണകരമായിട്ട് കാണുന്നുണ്ട്. സാമ്പത്തിക പ്രശ്നങ്ങളിൽ ഒരു പരിധിവരെ ചില ഭാഗത്തുനിന്ന് സമയം സാഹചര്യം അനുകൂലമായിട്ട് വരും. വായ്പാ സംബന്ധമായിട്ടുള്ള തിരിച്ചടവ് കാര്യങ്ങളിൽ പ്രശ്നമുണ്ടെങ്കിൽ പരിഹരിക്കാനുള്ള വഴി തേടാനും അനുകൂലമായി മുന്നോട്ട് പോകാനും പറ്റും. ചില വ്യക്തികൾ സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. വ്യവസ്ഥാപിതമായിട്ടുള്ള കാര്യങ്ങളിൽ കൂടി ഷെയർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ പിൻവലിയാൻ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പെട്ടുപോകും. 2ാം വിവാഹ യോഗത്തിന് ശ്രമിക്കുന്നവർക്ക് ശരിയായിട്ടുള്ള ബന്ധം കിട്ടാൻ ദൈവാധീനം കിട്ടുന്നുണ്ട്. അതിനുവേണ്ടി നമ്മൾ മുൻകൈ എടുക്കണം. 2ാം വിവാഹത്തിന് താല്പര്യപ്പെടുന്നവർ. കുടുംബ കോടതിയിൽ നിൽക്കുന്ന കേസുകൾക്ക് ഒരു ഒത്തുതീർപ്പിന് സാധ്യതയുണ്ടെങ്കിൽ വഴങ്ങി മുന്നോട്ട് പോകുന്നതായിരിക്കും ശ്രദ്ധിക്കേണ്ടത്. പ്രത്യേകിച്ച് കുടുംബ കോടതിയിൽ ബന്ധം നിൽക്കുന്ന സാഹചര്യത്തിൽ വക്കീലിൻ്റെതായിട്ടുള്ള ചില ദുഷ്ടലാക്കോട് കൂടിയിട്ടുള്ള കേസ് ഒരു വല്ലാത്ത വാശിയും വൈരാഗ്യവും വരാനുള്ള സാഹചര്യം കൂടുതലാണ്. കരുതലോടുകൂടി മുന്നോട്ട് പോകും. കാരണം നമ്മളെ കുടുക്കി വിദേശ യാത്രാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ വരെ
മുടക്കാനുള്ള ചില പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ്, കള്ളത്തരത്തിൽ കൂടെ തന്നെ. ഇവിടെ ചില കാര്യങ്ങളിൽ നമ്മളെ പെടുത്തി, ചില കാര്യങ്ങളിൽ വസ്തുവും മറ്റു കാര്യങ്ങളെല്ലാം ബ്ലോക്ക് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ കൂടുതലായിട്ട് കാണുന്നുണ്ട്. ചില ആഭിചാര കർമ്മങ്ങൾ ചെയ്ത് ചില പ്രശ്നങ്ങളിൽ നമുക്ക് ശാരീരിക അസ്വസ്ഥത വരെ ഉണ്ടാക്കാനുള്ള ശ്രമം ശത്രുവിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ബിസിനസ് മേഖലയിൽ നിൽക്കുന്നവർക്ക് പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാൻ അനുകൂല സമയമാണ്. ബാങ്കിങ് മേഖലയിൽ നിൽക്കുന്നവർക്ക് ഓഫീസ് മേഖലയിൽ ചിലരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന ശത്രുതാപരമായിട്ടുള്ള കാര്യങ്ങളിൽ പെട്ട് വലയാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയില്ലെങ്കിൽ നമ്മൾ പെട്ടുപോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കരുതലോടുകൂടി മുന്നോട്ട് കൊണ്ടുവന്ന ഒരു മാസമാണ് ഈ വരുന്ന സന്ദർഭങ്ങളിൽ കാണുന്നത്. ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോകണം. പൊരുട്ടാതി ഉത്രട്ടാതി രേവതി മീനം രാശി ദൈവാധീനം ഗുണകരമായിട്ട് കാണുന്നുണ്ട്. അതോടൊപ്പം യാത്രാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അനുകൂലമാണ്. ചില പ്രായശ്ചിത്തങ്ങൾ, കടങ്ങൾ തീർക്കേണ്ട സമയമാണ്. കടങ്ങളെന്ന് പറയുമ്പോൾ ഗുരുവായൂരോ മൂകാംബിയോ കാളഹസ്തിയോ തിരുപ്പതിയോ അല്ലെങ്കിൽ ആ തരത്തിൽ മാറ്റി വെച്ചിട്ടുള്ളത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു വർഷത്തിനകത്ത് നമ്മൾ പോകാൻ ആരെങ്കിലും കൊണ്ടുപോകാൻ, നമ്മളെ മുത്തശ്ശിയോ അമ്മയോ കുഞ്ഞുങ്ങളെയോ കൊണ്ടുപോയി പ്രാർത്ഥിക്കാമെന്നുള്ളതുണ്ടെങ്കിൽ അത് ചെയ്യണം എന്നുള്ളതാണ് സത്യം. വീടിൻ്റെതായിട്ടുള്ള സ്വപ്നങ്ങളുണ്ടെങ്കിൽ അത് യാഥാർത്ഥ്യമാകാനുള്ള സമയം അടുത്ത് വരുന്നുണ്ട്. വരുന്ന ഒരു വർഷം 1.5 വർഷത്തിനകത്ത് അതിനുവേണ്ടി ഇറങ്ങിയാൽ ആ സ്വപ്നം യാഥാർത്ഥ്യമാകും. കുടുംബ ഷെയറുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഗുണകരമായിട്ട് വരാനുള്ള സാധ്യത കൂടുതലാണ്. ഗൾഫ് മേഖലയിൽ നിൽക്കുന്നവർക്ക് അനുചിതമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ച് തുടരാനുള്ള ദൈവാധീനം കാണുന്നുണ്ട്. വാഹന സംബന്ധമായിട്ടുള്ള സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമായി സ്വന്തമാക്കാനോ വാങ്ങാനോ മാറ്റിയെടുക്കാനോ ഗുണകരമായിട്ടുള്ള സമയമാണ്. കുടുംബക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പുനരുദ്ധാരണ കാര്യങ്ങളിൽ നമ്മുടെ പങ്കാളിത്തവും അനുകൂലമാക്കി മുന്നോട്ട് പോകാനുള്ള ഈശ്വരാധീനം കാണുന്നുണ്ട്. മാറി നിൽക്കേണ്ട കാര്യമില്ല. വാസ്തു സംബന്ധമായിട്ടുള്ള ദോഷങ്ങൾ ഗൃഹത്തിനുണ്ടെങ്കിൽ അത് പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം. കഴിവിനും അതിനനുസരിച്ചുള്ള യാഥാർത്ഥ്യബോധവും ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്താൽ മതി. മൊത്തം പൊളിച്ചെടുത്ത് വേണ്ട. കഴിവിനും യാഥാർത്ഥ്യബോധവും ഉൾക്കൊണ്ടുകൊണ്ട് അതിൻ്റെ പണി ചെയ്ത് കറക്റ്റ് ചെയ്യണം. മീനൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സന്താനഭാഗ്യ തടസ്സങ്ങൾ മാറി ഉത്തമ സന്താന യോഗം ഈശ്വരാധീനത്താൽ അനുകൂലമാകാൻ തുണയാണ്. കുടുംബപരമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ, തർക്കങ്ങൾ, തെറ്റിദ്ധാരണകൾ ചർച്ചയിലൂടെ പരിഹരിച്ച് മുന്നോട്ട് പോകാനുള്ള ഈശ്വരാധീനം കാണുന്നുണ്ട്. ഇന്നിവിടെ ഈ വാരഫലം നമുക്ക് തീരുകയാണ്. വീണ്ടും നമുക്ക് അടുത്ത ആഴ്ച. എല്ലാവർക്കും നമസ്കാരം. അൾട്ടിമേറ്റ് എന്റർടൈൻമെന്റ് ഡെസ്റ്റിനേഷൻ വാച്ച് സാഗ് ന്യൂസ്. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.